CPIയുടെ സംസ്ഥാന സമ്മേളനം ഇന്നലെ ആരംഭിച്ചിട്ടുണ്ടല്ലോ. രാഷ്ട്രീയ പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചകൾ ഇന്ന് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി തുടങ്ങുകയാണ്. കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച റിപ്പോർട്ടിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉണ്ടായിരുന്നത്. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ ആലപ്പുഴയിൽ നിന്നും അജയ് നാഥ് നൽകും. അജയ്, CPIയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു സംസ്ഥാന സമ്മേളനമാണ് ആലപ്പുഴയിൽ നടക്കുന്നത്. ഒപ്പം ഇന്ന് രാഷ്ട്രീയ പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചകൾ തുടങ്ങുകയാണ്. കഴിഞ്ഞ ദിവസം തന്നെ സർക്കാരിനെതിരെ ചില വിമർശനങ്ങൾ, നേരത്തെ തന്നെ അത്തരത്തിൽ സർക്കാരിനെതിരെയുള്ള ചില അതൃപ്തിയെങ്കിലും ഈ സമ്മേളനത്തിൽ ഉയർന്നു വരുമെന്ന് അറിഞ്ഞിരുന്നു. അതിൻ്റെ ഭാഗമായി തന്നെയാണ് കഴിഞ്ഞ ദിവസം ചില ചർച്ചകളൊക്കെ ഉണ്ടായത്. ഇന്നും അത് തുടരാനുള്ള ഒരു സാധ്യതയല്ലേ ഉള്ളത്? വിശദാംശങ്ങൾ. അഖില, ഇന്നലെ അവതരിപ്പിച്ച കരട് രാഷ്ട്രീയ പ്രമേയത്തിലാണ് ഇത്തരത്തിൽ സർക്കാരിനെതിരെ വിമർശനം ഉണ്ടായത്. അതിനുശേഷം പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. ഈ പ്രവർത്തന റിപ്പോർട്ടിൽ, കരട് രാഷ്ട്രീയ റിപ്പോർട്ടിൽ സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉണ്ടായിരുന്നെങ്കിൽ പ്രവർത്തന റിപ്പോർട്ടിൽ അത് മയപ്പെടുത്തുന്ന ഒരു സമീപനമായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും ഗ്രൂപ്പ് ചർച്ചകൾക്ക് ശേഷം പൊതുചർച്ച നടക്കുന്ന സാഹചര്യം ഉണ്ടാകും. ഇന്നലെ പ്രധാനമായും സർക്കാരിനെതിരെ ഉണ്ടായിരുന്ന വിമർശനം മദ്യനയത്തിലുണ്ടായിരുന്ന സർക്കാരിൻ്റെ നയം തെറ്റാണ് എന്ന രീതിയിലുള്ള വിമർശനമായിരുന്നു ഏറ്റവും പ്രധാനമായും ഉണ്ടായിരുന്നത്. അതായത് വൻകിട കുത്തകളെ, വിദേശ മദ്യ കമ്പനികളെ സഹായിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത്. ആ നിലപാട് തുടർന്നാൽ അടിസ്ഥാനപരമായി ചെത്തുതൊഴിലെടുത്ത് ചെയ്ത് ജീവിക്കുന്ന പരമ്പരാഗത വ്യവസായത്തിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ ഉൾപ്പെടെ വലിയ ബുദ്ധിമുട്ടിലേക്ക് മാറുന്ന സാഹചര്യമുണ്ടാകും. അങ്ങനെ അടിസ്ഥാന വിഭാഗങ്ങളെ സർക്കാർ പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാന വിമർശനമായി ചൂണ്ടിക്കാട്ടിയിരുന്നത്. പോലീസ് സേനയ്ക്കെതിരെയും വിമർശനമുണ്ടായിരുന്നു. എന്നാൽ ഈ പ്രവർത്തന റിപ്പോർട്ടിലേക്ക് എത്തുമ്പോൾ അത് മയപ്പെടുത്തുന്ന സമീപനമാണ് ബിനോയ് വിശ്വത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. എന്തായാലും അത് പ്രതിനിധികൾ ചർച്ചയ്ക്ക് എടുക്കും എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. പ്രതിനിധികൾ എന്താണെങ്കിലും ഒരു ചർച്ചയുടെ ഭാഗമായി ഇത്തരം വിഷയങ്ങൾ സൂചിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. കൃഷി വകുപ്പ് മന്ത്രിക്കെതിരെയും വിമർശനമുണ്ടായിരുന്നു. അതായത് കാർഷിക മേഖലയിൽ കർഷകർക്ക് വേണ്ട പരിഗണന ലഭിച്ചില്ല. ഈ നെല്ലിൻ്റെ താങ്ങുവില ഉൾപ്പെടെ നൽകുന്നതിൽ പോരായ്മ ഉണ്ടായിരുന്നു. നെല്ല് സംഭരിച്ചതിൻ്റെ വില ഉൾപ്പെടെ നൽകുന്നതിൽ പോരായ്മ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ കാർഷിക മേഖലയാകെ തന്നെ പ്രതിസന്ധി നേരിടുന്ന സാഹചര്യമുണ്ട് എന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വിമർശനം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ പ്രവർത്തന റിപ്പോർട്ടിലേക്ക് എത്തുമ്പോൾ അത് മയപ്പെടുത്തുന്ന സാഹചര്യമുണ്ട്. അതിൽ മറ്റൊരു പ്രധാന കാര്യം, തിരഞ്ഞെടുപ്പ് വരുന്ന ഘട്ടത്തിൽ മുന്നണിയെ, വിശേഷിച്ച് സർക്കാരിനെ അത്തരത്തിലേക്ക് വലിയ പ്രതിഷേധത്തിലാക്കുന്ന തരത്തിലേക്ക് ഈ റിപ്പോർട്ട് മാറേണ്ടതില്ല എന്ന നിലപാടാണ് സംസ്ഥാന സെക്രട്ടറി കൂടിയായ ബിനോയ് വിശ്വം സ്വീകരിച്ചിട്ടുള്ളത്. എന്തായാലും പൊതു ചർച്ചയ്ക്കിടയിൽ പ്രവർത്തകർ ഇതെല്ലാം തന്നെ ചർച്ചയുടെ ഭാഗമായി ഉന്നയിക്കും എന്നാണ് നാം മനസ്സിലാക്കുന്നത്. സർക്കാരിനെതിരെ വലിയ വിമർശനം, വലിയ പ്രതിഷേധം പ്രവർത്തകരുടെയെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ കാലങ്ങളിൽ ഈ സംസ്ഥാന സമ്മേളനത്തിനനുബന്ധിച്ച് ജില്ലാ സമ്മേളനം നടക്കുന്ന ഘട്ടത്തിൽ തന്നെ ജില്ലാ സമ്മേളന ചർച്ചകളിലെല്ലാം തന്നെ ഉയർന്നു വന്നിട്ടുള്ളതാണ്. മറ്റൊന്ന് സംസ്ഥാന സെക്രട്ടറിയെ സംബന്ധിച്ചിട്ടുള്ള വിഷയങ്ങളാണ്. ബിനോയ് വിശ്വത്തെ സംബന്ധിച്ചും ചെറുതല്ലാത്ത വിഷയങ്ങൾ ആ സമ്മേളനങ്ങളെല്ലാം തന്നെ ഉയർന്നു വന്നിരുന്നു. ആ ഘട്ടത്തിലാണ് പൊതുചർച്ച നടക്കാനിരിക്കെ അതെല്ലാം വീണ്ടും പൊതുചർച്ചയിൽ സംസ്ഥാന സമ്മേളനത്തിൻ്റെ വേദിയിൽ ഉണ്ടാകും എന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അഖില.